നമ്മൾ ഈവനിങ്ങിൽ എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. ഞങ്ങൾക്ക് പുറത്ത് കടയിലൊന്ന് പോകണം. അപ്പോൾ കടയിലേക്ക് പോകാനായിട്ട് ഇതാ വീടൊക്കെ പൂട്ടി ഗേറ്റ് കടച്ച് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ലിജീസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താഴത്തെ ഭാഗമൊക്കെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ വണ്ടി റോഡിൻ്റെ സൈഡിലാട്ടോ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ പുറത്ത് കിടന്ന് വണ്ടിയിലൊക്കെ കയറി ഇതാ പോവുകയാണ് ഷോപ്പിങ്ങിനായിട്ട്. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പക്ഷേ ഷോപ്പിങ്ങിനേക്കാളും മുമ്പായിട്ട് ഞങ്ങളിപ്പോൾ നേരിട്ട് പോകുന്നത് മാളയിലുള്ള ഒരു കടയിലാണ്. പാപ്പൂസ് എന്ന് പറയുന്ന ഓപ്റ്റിക്കൽസിലേക്ക് ആട്ടോ നമ്മൾ ആദ്യം പോകുന്നത്. കാരണം എൻ്റെ കണ്ണടയുടെ ഫ്രെയിമിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, പഞ്ഞി പോലെയുള്ള ഒരു ഐറ്റം. അത് കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് അവിടെ തടിച്ച് വീർത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഫ്രെയിമിനെ ഒന്ന് സെറ്റപ്പ് ആക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കടയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കടയിലെ ചേട്ടൻ വേഗത്തിൽ തന്നെ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അത് ശരിയാക്കി തന്നിട്ടോ. എനിക്ക് കണ്ണട വെക്കുമ്പോഴൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് ഭയങ്കരമായിട്ട് വേദന എടുക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ പെയിൻറ്റേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചേട്ടനോട് പോകാൻ പറഞ്ഞില്ല. എപ്പോഴാണ് പോകണമെന്ന് വിചാരിച്ചാൽ അവരുടെ ജോലി കഴിഞ്ഞ് പോകാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ ആ കണ്ണടയൊക്കെ റെഡിയാക്കി തന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അഷ്ടമിത്രയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അഷ്ടമിത്രയിലത്തെ ബിസ്മി എന്ന് പറയുന്ന കടയിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ വീട്ടിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. അഞ്ചു ഇവിടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സൈഡിൽ അഞ്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ചുവിന് വേണ്ട ഐറ്റംസൊക്കെ ഞാനും അവിടെ നിന്നൊക്കെ എടുക്കേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗോൾഡ് കളറിലുള്ള സ്പ്രേ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങൾക്കൊക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതെടുത്തിട്ടുണ്ട്. അഞ്ചുവിന് വേണ്ട കാര്യങ്ങളൊക്കെ അഞ്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് 2-3 സ്റ്റീലിൻ്റെ ടിഫിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വീട്ടിലേക്ക് ആവശ്യമെന്ന് തോന്നി. അപ്പോൾ 2-3 വാങ്ങിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടയിൽ നിന്ന് ടിഫിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറെ കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ കിട്ടുന്ന ആ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അഞ്ചുവിന് ഹെയർ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു, നെയിൽ പോളിഷ്, ഹെയർ ക്ലിപ്സ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ക്രീം കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കോസ്മെറ്റിക് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് വാങ്ങിക്കേണ്ട ഐറ്റംസ് ക്ലിപ്പൊക്കെ അഞ്ചു ഇട്ട് നോക്കി അങ്ങനെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഇവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അലൂമിനിയത്തിൻ്റെ ഒരു കടായി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് ചീനച്ചട്ടി. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അതൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ പച്ചക്കറി കടയുണ്ട്. അപ്പോൾ അവിടുന്ന് വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ പഴം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കേട്ടോ, ചെറുപഴമൊക്കെ. അപ്പോൾ നമുക്ക് രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പഴം കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. തിരിച്ച് ഞങ്ങൾ പോകുന്നപ്പോഴേക്കും തന്നെ നല്ല രാത്രിയായിട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, വൈകുന്നേരത്തിനുള്ള ഫുഡ്. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് എന്താണെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ തയ്ക്കാനൊക്കെ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ. ഇതും അതെ കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, ആം ഹോൾ കർ, എൻ്റെ പേര് ആം ഹോൾ കർ. ഇത് വാങ്ങിക്കുക. പിന്നെ കാര്യമായിട്ട് എല്ലാ കിച്ചൺ ഐറ്റംസാണ് ഇതൊക്കെ. ഇത് പഴം വാങ്ങിച്ചതാ, പുട്ടുപഴം ഉണ്ടാക്കാമല്ലോ നമുക്ക്, പഴമുള്ള പഴം. പിന്നെ ഇതെല്ലാം കിച്ചൺ ഐറ്റംസാണ്. ഇത് പച്ചക്കറി ഐറ്റംസാണ്. പിന്നെ ഇങ്ങനെ കാണിക്കാവുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇതിനകത്താണ്. അപ്പോൾ നമ്മളിത് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റീലിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് 2-3 ടിഫിൻ വാങ്ങിച്ചു. കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റീലിൻ്റെ ടിഫിൻ ഇല്ല, ടിഫിനുകളൊക്കെ കുറവാണ്, 1-2 ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട പോലത്തെ മോഡലുകളൊന്നും ഇല്ല. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ പറ്റിയ ടിഫിൻ ഇല്ല. അപ്പോൾ അതാ 2-3 ടിഫിൻ വാങ്ങിച്ചാൽ പറഞ്ഞത്. ഇതൊരു ഗ്രേറ്റർ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വീട്ടിൽ ഗ്രേറ്റർ ഇല്ല. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിയതാ. അപ്പോൾ അങ്ങനെ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വെയിറ്റൊക്കെ നോക്കാൻ ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് വെയിറ്റൊക്കെ നോക്കി വെക്കാനുള്ള സൂട്ട് കേസിനകത്ത് ഫ്ലൈറ്റിന് തന്നെ പോകുന്നത് നമ്മൾ തിരിച്ച്. അപ്പോൾ വെയിറ്റ് നോക്കാനുള്ള വെയ് മെഷീൻ വലിയത് അവിടെ ഉണ്ടായിരുന്നില്ല. കടയിൽ ഒരു പീസ് കണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വെയ് മെഷീൻ. ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ടിഫിൻ. രണ്ട് ടിഫിൻ, ഒരു ടിഫിൻ കൂടെ വാങ്ങിയായിരുന്നു. നമ്മുടെ 3ാമത്തെ ടിഫിൻ. അപ്പോൾ 3
വലുപ്പത്തിലുള്ള ടിഫിൻ എടുത്തേക്കുണ്ടോ കേട്ടോ? സ്മോൾ മീഡിയം ബിഗ്. സ്മോൾ മീഡിയം ബിഗ്. എന്തെങ്കിലും കറിയോ ചോറോ ഒക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഐറ്റംസ് വയ്ക്കാറോ അതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഒരു കടായി, അതങ്ങനെ അലൂമിനിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് റഫ് യൂസിനൊക്കെ പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാനോ തോരപ്പിക്കാനോ ഒക്കെ പറ്റിയപ്പോൾ അതിൻ്റെ അടപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ ദൈവം ഐറ്റം. പിന്നെ ഇതെന്താ, ഇത് ഞങ്ങൾ കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന 5 എനിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചു. അതുപോലെ എൻ്റെ കണ്ണടയൊക്കെ റെഡിയായി കിട്ടി. എൻ്റെ ഈ കോർണർ ഭയങ്കര വേദനയായിരുന്നു. ഈ കോർണർ കൊണ്ട് എനിക്ക് ഇവിടെ അങ്ങനെ വീർത്തു കൊടുക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അവിടെ എന്തോ മാറ്റേണ്ട സമയമായിരുന്നു. അപ്പോൾ അവർ മാറ്റി തന്നു, വേറെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.